ഇന്നത്തെ കാലത്ത് രാഷ്ട്രീയ പാർട്ടികളുടെ യഥാർത്ഥ പിന്തുണ അറിയണമെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ ഫോളോയിങ് നോക്കിയാൽ മതി. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ പ്രധാനമായും നടക്കുന്നതും സോഷ്യൽ മീഡിയയിലൂടെയാണ്. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും ജനപിന്തുണയുള്ള നേതാവായി മാറിയിരിക്കുകയാണ് രാഹുൽ ഗാന്ധി. മോദിയുടെ നുണകളാൽ കെട്ടിപ്പൊക്കിയ സർവ്വ ഇമേജും പൊളിഞ്ഞിരിക്കുന്നു. അതിന്റെ വ്യക്തമായ തെളിവാണ് പാർലമെന്റിലെ രാഹുലിന്റെയും മോദിയുടെയും പ്രസംഗങ്ങൾക്ക് ലഭിച്ച യൂട്യൂബ് റെസ്പോൺസ്. പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ട ശേഷം രാഷ്ട്രപതിയുടെ പ്രസംഗത്തിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ചയിൽ പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിനും മൂന്നാമതും പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കപ്പെട്ട മോദിയുടെ പ്രസംഗത്തിനും പാർലമെന്റ് ടിവിയുടെ യൂട്യൂബ് അക്കൗണ്ടായ സൻസദ് ടിവിയിൽ ലഭിച്ച പ്രതികരണം ഒന്ന് അവലോകനം ചെയ്യാം. ഇതാണ് രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിന്റെ സൻസദ് ടിവിയിലെ വീഡിയോ. ഏതാണ്ട് 1.25 മണിക്കൂർ ദൈർഘ്യമാണ് ഈ വീഡിയോയ്ക്ക്. രാഹുലിന്റെ ഈ പ്രസംഗത്തിന്റെ വീഡിയോയ്ക്ക് ലഭിച്ച വ്യൂസ് 9,60,000, ഏതാണ്ട് 1 മില്യനോടടുത്ത്. ഇനി മറ്റ് എൻഗേജ്മെന്റുകൾ നോക്കാം. ഈ വീഡിയോ ലൈക്ക് ചെയ്തവർ 29,000. 6,598 പേരാണ് ഇതിന് കമന്റ് ഇട്ടിരിക്കുന്നത്. ഓർക്കണം, ഈ പ്രസംഗം ഭൂരിഭാഗവും ഹിന്ദിയിലാണ്. അതായത് ഭൂരിഭാഗം വ്യൂവേഴ്സും സൗത്ത് ഇന്ത്യ ഒഴികെയുള്ള ഹിന്ദി സംസാരിക്കുന്ന, ഹിന്ദി മനസ്സിലാവുന്ന സംസ്ഥാനങ്ങളിൽ നിന്നാണ് എന്നർത്ഥം. അതേസമയം ഓർക്കേണ്ട മറ്റൊരു കാര്യം, കോൺഗ്രസിന് കിട്ടിയ സീറ്റുകളിൽ 45% ഹിന്ദി സംസാരിക്കാത്ത സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നാണ്. ഇതേ അവസ്ഥയിലാണ് രാഹുലിന് കിട്ടിയിരിക്കുന്ന ഈ 1 മില്യനോളം വ്യൂസ്. രാഹുലിന്റെ ഇങ്ങനെയാണെങ്കിൽ ഭൂരിഭാഗം സീറ്റുകളും നോർത്ത് ഇന്ത്യയിൽ നിന്ന് നേടിയ മോദിക്ക് ഇതിന്റെ 4 ഇരട്ടിയെങ്കിലും വ്യൂസ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. അല്ലെങ്കിൽ അങ്ങനെയാകാനേ പാടുള്ളൂ. അങ്ങനെ അല്ലെങ്കിൽ മോദിയുടെ ജനപ്രീതി കുത്തനെ ഇടിഞ്ഞു ഒന്നുമില്ലാതായിരിക്കുന്നു എന്ന് അനുമാനിക്കാം. ഇതാണ് സൻസദ് ടിവിയിലെ മോദിയുടെ പ്രസംഗത്തിന്റെ വീഡിയോ. ഇത് 2 ഭാഗങ്ങളായാണ് ഇട്ടിരിക്കുന്നത്. അതിന് കാരണം വ്യക്തമാണ്. വീഡിയോയുടെ നീളം കൂടുന്തോറും ആൾക്കാർക്ക് കാണാൻ മടിയായിരിക്കും. ഈ 1-ാം ഭാഗം വെറും 1 മണിക്കൂർ മാത്രമാണുള്ളത്. രാഹുലിന്റെ വീഡിയോയുടെ ദൈർഘ്യം 1.25 മണിക്കൂറായിരുന്നു. അതിനാൽ ഇതിന് രാഹുലിന്റെ വീഡിയോയുടെ 5 ഇരട്ടി വ്യൂസ് കിട്ടണം. പക്ഷേ നോക്കൂ, വ്യൂസ് വെറും 48,000 മാത്രം. അതെ, ഇത് ചുമ്മാ പറയുന്നതല്ല. രാഹുലിന്റെ ഇതിലും നീളമുള്ള വീഡിയോയ്ക്ക് 9,60,000 വ്യൂസ്. മോദിയുടേത് അതിന്റെ 20-1. അതെ, 20-1, വെറും 48,000 മാത്രം. രാഹുലിന്റെ 5 ഇരട്ടി വ്യൂസ് പ്രതീക്ഷിക്കേണ്ട മോദിയുടെ വീഡിയോയ്ക്ക് അതിന്റെ 20-1 വ്യൂസ് മാത്രം. ലൈക്സ് ആകട്ടെ വെറും 908 മാത്രം. കമന്റ് 550 മാത്രവും. ഇനി മോദിയുടെ പ്രസംഗത്തിന്റെ 2-ാം ഭാഗം നോക്കാം. അതിനും തദൈവ. വ്യൂസ് വെറും 76,000 മാത്രം. ലൈക്സ് 1,300 മാത്രം. 1,085 കമന്റും. അതായത് 2-ാം ഭാഗത്തിനും രാഹുലിന്റെ വ്യൂസിന്റെ 13-1 മാത്രം. വെറും 1000-ഓളം ലൈക്ക് മാത്രമാണ് മോദിയുടെ പ്രസംഗത്തിനുള്ളതെങ്കിൽ രാഹുലിന്റെ പ്രസംഗത്തിന് അതിന്റെ 26 ഇരട്ടി, 26,000 ലൈക്ക്. കമന്റും മോദിയുടെ വീഡിയോയ്ക്കുള്ളതിനേക്കാൾ 6 മുതൽ 13 ഇരട്ടി. മോദിയുടെ 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടിട്ടും ആർക്കും കാണണ്ട എന്ന് ചുരുക്കം. ഇനി ചില പ്രധാന പ്രതിപക്ഷ നേതാക്കളുടെ പ്രസംഗത്തിന്റെ വ്യൂസ് നോക്കാം. അവരുടേത് മോദിയുടേതിനേക്കാൾ കുറവായിരിക്കും എന്നുറപ്പാണ്. കാരണം ആ പാർട്ടികൾ ഒരു സംസ്ഥാനത്ത് മാത്രം ഒതുങ്ങുന്ന പാർട്ടികളായതിനാൽ ആ സംസ്ഥാനത്ത് നിന്നുള്ളവർ മാത്രമായിരിക്കുമല്ലോ ഭൂരിഭാഗം വ്യൂവേഴ്സും. ഇത് അഖിലേഷ് യാദവിന്റെ 4,63,000 വ്യൂസ്. മോദിയുടെ ഏതാണ്ട് 8 ഇരട്ടി. അത്ഭുതം! മോദിക്ക് ഒരു പ്രാദേശിക നേതാവിന്റെ അത്രയും പോലും ജനപ്രീതി ഇല്ലെന്നോ? കഷ്ടം തന്നെ ഷാജി. മറ്റു ചിലരുടേത് കൂടി നോക്കാം. ചന്ദ്രശേഖറിന് 78,300. മണിപ്പൂരിൽ നിന്നുള്ള എംപിക്ക് 1,40,000. OICക്ക് പോലും 70,000 വ്യൂസ്. അപ്പോൾ ഒരു കാര്യം ഇതിൽ നിന്നും വ്യക്തമായിരിക്കുകയാണ്. മോദിയെ കേൾക്കാൻ സാധാരണ ജനങ്ങൾക്ക് ആർക്കും താല്പര്യം ഇല്ലാതായിരിക്കുന്നു. ഭൂരിഭാഗം ജനങ്ങളും നുണകളാൽ കെട്ടിപ്പൊക്കിയുണ്ടാക്കിയ മോദിയുടെ ഫേക്ക് ഇമേജ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. ആകെ പൂർണ്ണമായി തലച്ചോറില്ലാത്ത, സോഷ്യൽ മീഡിയയിലൊക്കെ അറയ്ക്കുന്ന വൃത്തികെട്ട തെറി കമന്റുകൾ എഴുതുന്ന, ഒരിക്കലും വിവരമുണ്ടാകാത്ത കുറച്ചു പേർ മാത്രമേ ഇനി മോദി ഭക്തരായിട്ടുള്ളൂ. അവർ ഒരിക്കലും മാറില്ല. കാരണം അവർ പൂർണ്ണമായും അടിമകളായവരാണ്. ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നാൽ BJP 100 സീറ്റ് തികയ്ക്കില്ല എന്നുറപ്പാണ്.